കിട്ടി വീഡിയോ വെടി ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പം അടുത്ത ഒന്നുകൂടെ വെക്കണം തോന്നുന്നു. അതെ ഇടാവേ. രാവിലെ ഇന്ന് നമ്മുടെ ഗ്രാമ്പിയിലെ കടുവയുടെ ഓപ്പറേഷൻ ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും പുനരാരംഭിച്ചു. ഇന്നലെ നിങ്ങൾ കണ്ട പോലെ വെളുപ്പിന് 3 മണിക്ക് അർണാക്കലുള്ള ലൈൻസിൽ ആളുകളുള്ള വീടിന്റെ തൊട്ടടുത്ത് തന്നെ കയറി അതിന് ഒരു നായ, അതിന്റെ 2-3 കുട്ടികൾ, അതുപോലെ തന്നെ ഒരു പശുക്കുട്ടി, ഇത്രയും ജീവികളെ കൊന്നു. അതിൽ നായയുടെ കുട്ടിയാണ് അതിന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയത്. അധികം ദൂരം പോയില്ല, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ തന്നെ ആ സ്പോട്ടിൽ തന്നെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവിടെ തൊട്ട് സർവൈലൻസിലായിരുന്നു. രാവിലെ ഡോക്ടേഴ്സ് എത്തി. മയക്കുവെടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ ചെയ്തു. നിങ്ങൾ കണ്ടു കാണുന്ന പ്രദേശം ഒരു തേയിലക്കാടിന്റെ ഉള്ളിലാണ്. വളരെ ദുഷ്കരമായ പ്രദേശമായിരുന്നു. പക്ഷെ ഇത്രയും അടുത്ത്, ലൈൻസിന്റെ ഇത്രയും അടുത്ത് മനുഷ്യജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എത്തിയ ഒരു ജീവിയെ വീണ്ടും അവിടെ നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് മയക്കുവെടി വെക്കാനുള്ള തീരുമാനം എടുത്തത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. നമ്മള് ഡാർട്ട് ചെയ്തത് ഫസ്റ്റ് ഡാർട്ട് കൊണ്ടില്ല. ആദ്യത്തെ ഡാർട്ട് നമ്മൾ കടുവയ്ക്ക് കൊണ്ടില്ല. അപ്പൊ നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. സാധാരണ ഡാർട്ട് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് സമയം വേണം. ആ 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കടുവ അനങ്ങാത്തത് കൊണ്ട് വീണ്ടും സെക്കൻഡ് ഡാർട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. സെക്കൻഡ് ഡാർട്ട് ചെയ്തു. സെക്കൻഡ് ഡാർട്ട് സക്സസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് ഡാർട്ട് കടുവയ്ക്ക് കൊണ്ടു. പക്ഷെ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു. ഡോക്ടറെ നേരെയാണ് ചാടിയത്. ഡോക്ടറെ സൈഡില് മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരനുണ്ടായിരുന്നു. ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു. പക്ഷെ മനുവിന്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു. ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്ത് ആയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ഇവിടെ എടുക്കേണ്ടി വന്നു. കാരണം നമുക്കറിയാം മനുഷ്യജീവനാണ് എല്ലാ ജീവന്റെയും മുകളിൽ വിലയുള്ളതെന്നുള്ളതാണ്. ഞാൻ ഇന്നലെ തൊട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ എല്ലാവരും ജീവൻ അപകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയത്. അപ്പോഴും നമ്മൾ നാട്ടുകാർ പറയും നിങ്ങൾ ഇതിനെ പിടിച്ചോണ്ട് പോയി കൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് അടുത്ത് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്ന് ആ റിസ്ക് എല്ലാം എടുത്തിട്ടാണ്, അതായത് 15 മീറ്റർ അടുത്ത് നിന്നിട്ടാണ് കടുവയെ ഡാർട്ട് ചെയ്യുന്നത്. ഒരു ഡോക്ടറും ചെയ്യില്ല, ഒരു ജീവനക്കാരും ചെയ്യില്ല. അത്രയും റിസ്ക് എടുത്തിട്ടാണ് രാവിലെ ആ ഓപ്പറേഷൻ ചെയ്തത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമുക്കത് കടുവയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കാരണം അത് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് സെൽഫ് ഡിഫൻസിൽ ഫയർ ചെയ്യേണ്ടി വന്നു. അത് 10 വയസ്സിൽ മുകളിൽ പ്രായമുണ്ട്. കാരണം ഏജ് അസസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പല്ലെല്ലാം ഓൺ ഔട്ടാണ്. അതുകൊണ്ട് ഏജ്ഡ് ആയിട്ടുള്ള കടുവയാണ്. കാലിലെ കുടുക്കിന്റെ പ്രശ്നമുണ്ട്. വളരെ വീക്കാണ്. പക്ഷെ ആ മയക്കുവെടി വെച്ച് ഇതിനകത്ത് ചാടി എന്നുള്ളത് കൊണ്ട് അത് കണ്ടു കാണുന്നില്ല. അതായത് ആ തേയിലയുടെ മുകളിൽ, അതായത് ഇയാളുടെ നമ്മുടെ ഈ സ്റ്റാഫിനെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. കാരണം അയാൾക്ക് പ്രഷർ കുറച്ച് കൂടിയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ഇവിടെയാണ് അടി കൊണ്ടത്. ഈ ഭാഗത്താണ് അടി കൊണ്ടിട്ടുള്ളത്. അപ്പൊ അത്രയും ഹൈറ്റിൽ ചാടി വന്നു. അയാൾ 6 അടിക്ക് അടുത്ത് ഉയരമുള്ള ഒരാളാണ്. അത്രയും ഹൈറ്റിൽ ചാടി വന്നു കടുവ. നിങ്ങൾ പെട്ടെന്ന് വന്ന് ജസ്റ്റ് ആ ഒരു ഇതിൽ നിൽക്കുന്നേ ഉള്ളൂ. മനുവിന് പുറമെ പരിക്കില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും BP കൂടിയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. ഹെൽമെറ്റ് നിങ്ങൾ കണ്ടാറേ, ഹെൽമെറ്റ് പൊട്ടി. അതിന്റെ സൈഡിലെ ആ അടി കൊണ്ട് ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ഷീൽഡ് കടുവ വലിച്ച് പിടിച്ചിട്ട് കീറിയേക്കുവാണ്. ഷീൽഡ് അവരെടുക്കുന്നത്. ഇതാണ് ഹെൽമെറ്റ്. അയാൾ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റാണ്.